ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും വെച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകൾ തന്നെയാണ്. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേകതയും കൂടിയുണ്ട്. കാരണം നമ്മൾ എന്താണ് പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറേ വേർഡ്സുകൾ കിട്ടുമ്പോൾ അതിൻ്റെ പ്രസൻറ്റും ഇപ്പോൾ പറയേണ്ടതും മുന്നേ കഴിഞ്ഞു പോയതാണെങ്കിൽ അതെങ്ങനെ പറയേണ്ടത്, ഇനി വരാനിരിക്കുകയാണെങ്കിൽ അതെങ്ങനെ പറയേണ്ടത് എന്ന് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതൊരു സൂപ്പർ ട്രിക്ക് തന്നെയാണ്. കാരണം എന്താണ്, ഈ വേർഡ്സുകളും ഇതിൻ്റെ യൂസേജസുകളും മനസ്സിലാവുമ്പോൾ തന്നെ നമുക്ക് കുറേ സംസാരിക്കാൻ എളുപ്പമാവും കേട്ടോ. കാരണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്, ചെയ്തത്, പിന്നെ ഇനി ചെയ്യുമെന്ന് പറയുന്നത്, അതൊക്കെ നമുക്ക് എങ്ങനെയെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ എളുപ്പം നമുക്ക് സംസാരിക്കാനൊരു ഹെൽപ്ഫുള്ളാവും കേട്ടോ. ഞാനത് അവഗണിക്കുന്നു. അതെങ്ങനെ പറയാ? ഐ നെഗ്ലക്റ്റ് ദാറ്റ്. ഞാനത് അവഗണിക്കുന്നു. ഐ നെഗ്ലക്റ്റ് ദാറ്റ്. ഞാനത് അവഗണിക്കുന്നു. ഐ നെഗ്ലക്റ്റ് ദാറ്റ്. ഞാനത് അവഗണിക്കുന്നു. ഇതാണ് പ്രസൻറ്റ്. ഇനി പാസ്റ്റിൽ പറയുമ്പോഴോ ഐ നെഗ്ലക്റ്റഡ് ദാറ്റ്. ഞാനത് അവഗണിച്ചു. ഐ നെഗ്ലക്റ്റഡ് ദാറ്റ്. ഞാനത് അവഗണിച്ചു. ഐ നെഗ്ലക്റ്റഡ് ദാറ്റ്. ഞാനത് അവഗണിച്ചു. ഞാനത് അവഗണിക്കുന്നു എങ്ങനെ പറയാം? ഐ വിൽ നെഗ്ലക്റ്റ്. ഞാനത് അവഗണിക്കും. ഐ വിൽ നെഗ്ലക്റ്റ്. ഞാനത് അവഗണിക്കും. ഐ വിൽ നെഗ്ലക്റ്റ്. ഞാനത് അവഗണിക്കും. അവളോട് സഹതാപമുണ്ട് എന്നെങ്ങനെ പറയാം? ഐ സിമ്പത്തൈസ് ഹെർ. എനിക്ക് അവളോട് സഹതാപമുണ്ട്. ഐ സിമ്പത്തൈസ് ഹെർ. എനിക്ക് അവളോട് സഹതാപമുണ്ട്. ഐ സിമ്പത്തൈസ് ഹെർ. എനിക്ക് അവളോട് സഹതാപമുണ്ട്. മറ്റുള്ളവർ അവനോട് സഹതപിച്ചു എന്നെങ്ങനെ പറയാം? ദ അതേഴ്സ് സിമ്പത്തൈസ്ഡ് വിത്ത് ഹിം. മറ്റുള്ളവർ അവനോട് സഹതപിച്ചു. ദ അതേഴ്സ് സിമ്പത്തൈസ്ഡ് വിത്ത് ഹിം. മറ്റുള്ളവർ അവനെക്കുറിച്ച് സഹതപിച്ചു. ദ അതേഴ്സ് സിമ്പത്തൈസ്ഡ് വിത്ത് ഹിം. മറ്റുള്ളവർ അവനെക്കുറിച്ച് സഹതപിച്ചു. അവനോട് സഹതപിക്കുന്നു എങ്ങനെ പറയാം? ദ അതേഴ്സ് വിൽ സിമ്പത്തൈസ് ഹിം. മറ്റുള്ളവർ അവനോട് സഹതപിക്കും. ദ അതേഴ്സ് വിൽ സിമ്പത്തൈസ് ഹിം. മറ്റുള്ളവർ അവനോട് സഹതപിക്കും. ദ അതേഴ്സ് വിൽ സിമ്പത്തൈസ് ഹിം. മറ്റുള്ളവർ അവനോട് സഹതപിക്കും. പറയുന്നു എന്നെങ്ങനെ പറയാം? ഐ സേ ദാറ്റ്. ഞാനത് പറയുന്നു. ഐ സേ ദാറ്റ്. ഞാനത് പറയുന്നു. ഐ സേ ദാറ്റ്. ഞാനത് പറയുന്നു. ഞാനത് പറഞ്ഞു എന്നെങ്ങനെ പറയാം? ഐ സെഡ് ദാറ്റ്. ഞാനത് പറഞ്ഞു. ഐ സെഡ് ദാറ്റ്. ഞാനത് പറഞ്ഞു. ഐ സെഡ് ദാറ്റ്. ഞാനത് പറഞ്ഞു. ഞാനത് പറയുന്ന എങ്ങനെ പറയാം? ഐ വിൽ സേ ദാറ്റ്. ഞാനത് പറയും. ഐ വിൽ സേ ദാറ്റ്. ഞാനത് പറയും. ഐ വിൽ സേ ദാറ്റ്. ഞാനത് പറയും. കഥ പറയുന്നു എന്നിങ്ങനെ പറയാം? ഐ ടെൽ ദ സ്റ്റോറി. ഞാൻ കഥ പറയുന്നു. ഐ ടെൽ ദ സ്റ്റോറി. ഞാൻ കഥ പറയുന്നു. ഐ ടെൽ ദ സ്റ്റോറി. ഞാൻ കഥ പറയുന്നു. ഞാൻ കഥ പറഞ്ഞു എന്നെങ്ങനെ പറയാം? ഐ ടോൾഡ് ദ സ്റ്റോറി. ഞാൻ കഥ പറഞ്ഞു. ഐ ടോൾഡ് ദ സ്റ്റോറി. ഞാൻ കഥ പറഞ്ഞു. ഐ ടോൾഡ് ദ സ്റ്റോറി. ഞാൻ കഥ പറഞ്ഞു. ഞാൻ കഥ പറയുന്നെങ്ങനെ പറയാം? ഐ വിൽ ടെൽ ദ സ്റ്റോറി. ഞാൻ കഥ പറയും. ഐ വിൽ ടെൽ ദ സ്റ്റോറി. ഞാൻ കഥ പറയും. ഐ വിൽ ടെൽ ദ സ്റ്റോറി. ഞാൻ കഥ പറയും. ഞാൻ സംസാരിക്കുന്നു എന്നെങ്ങനെ പറയാം? ഐ സ്പീക്ക്. ഞാൻ സംസാരിക്കുന്നു. ഐ സ്പീക്ക്. ഞാൻ സംസാരിക്കുന്നു. ഐ സ്പീക്ക്. ഞാൻ സംസാരിക്കുന്നു. ഞാൻ സംസാരിച്ചു എന്നെങ്ങനെ പറയാം? ഐ സ്പോക്ക്.
ഞാൻ സംസാരിച്ചു. ഐ സ്പോക്ക് ഞാൻ സംസാരിച്ചു. ഐ സ്പോക്ക് ഞാൻ സംസാരിച്ചു. ഞാൻ സംസാരിക്കുന്ന എങ്ങനെ പറയാ? ഐ വിൽ സ്പീക്ക് ഞാൻ സംസാരിക്കും. ഐ വിൽ സ്പീക്ക് ഞാൻ സംസാരിക്കും. ഐ വിൽ സ്പീക്ക് ഞാൻ സംസാരിക്കും. എന്നെ കുറ്റപ്പെടുത്തുന്നു എന്നെങ്ങനെ പറയാ? ഹി ബ്ലെയിം മീ അവൻ എന്നെ കുറ്റപ്പെടുത്തുന്നു. ഹി ബ്ലെയിം മീ അവൻ എന്നെ കുറ്റപ്പെടുത്തുന്നു. ഹി ബ്ലെയിം മീ അവൻ എന്നെ കുറ്റപ്പെടുത്തുന്നു. അവൻ എന്നെ കുറ്റപ്പെടുത്തി എന്നെങ്ങനെ പറയാ? ഹി ബ്ലെയിംഡ് മീ അവൻ എന്നെ കുറ്റപ്പെടുത്തി. ഹി ബ്ലെയിംഡ് മീ അവൻ എന്നെ കുറ്റപ്പെടുത്തി. ഹി ബ്ലെയിംഡ് മീ അവൻ എന്നെ കുറ്റപ്പെടുത്തി. അവൻ എന്നെ കുറ്റപ്പെടുത്തും എങ്ങനെ പറയാം? ഹി വിൽ ബ്ലെയിം മീ അവൻ എന്നെ കുറ്റപ്പെടുത്തും. ഹി വിൽ ബ്ലെയിം മീ അവൻ എന്നെ കുറ്റപ്പെടുത്തും. ഹി വിൽ ബ്ലെയിം മീ അവൻ എന്നെ കുറ്റപ്പെടുത്തും. വഴക്ക് പറയുന്ന എങ്ങനെ പറയാം? ഹി സ്കോൾഡ് മീ അവൻ എന്നെ വഴക്ക് പറയും. ഹി സ്കോൾഡ് മീ അവൻ എന്നെ വഴക്ക് പറയും. ഹി സ്കോൾഡ് മീ അവൻ എന്നെ വഴക്ക് പറയും. വഴക്ക് പറയുന്നു എന്നെങ്ങനെ പറയാം? ഹി സ്കോൾഡ് മീ അവൻ എന്നെ വഴക്ക് പറയുന്നു. ഹി സ്കോൾഡ് മീ അവൻ എന്നെ വഴക്ക് പറയുന്നു. ഹി സ്കോൾഡ് മീ അവൻ എന്നെ വഴക്ക് പറയുന്നു. അവൻ എന്നെ വഴക്ക് പറഞ്ഞു എന്നെങ്ങനെ പറയാ? ഹി സ്കോൾഡഡ് മീ അവൻ എന്നെ വഴക്ക് പറഞ്ഞു. ഹി സ്കോൾഡഡ് മീ അവൻ എന്നെ വഴക്ക് പറഞ്ഞു. ഹി സ്കോൾഡഡ് മീ അവൻ എന്നെ വഴക്ക് പറഞ്ഞു. അവൻ എന്നെ വഴക്ക് പറയും എന്നെങ്ങനെ പറയാ? ഹി വിൽ സ്കോൾഡ് മീ അവൻ എന്നെ വഴക്ക് പറയും. ഹി വിൽ സ്കോൾഡ് മീ അവൻ എന്നെ വഴക്ക് പറയും. ഹി വിൽ സ്കോൾഡ് മീ അവൻ എന്നെ വഴക്ക് പറയും. ഫാദർ ബ്രിങ് ആൻ അംബ്രല്ല എൻ്റെ അച്ഛൻ ഒരു കുട കൊണ്ടുവരുന്നു. മൈ ഫാദർ ഒരു കുട കൊണ്ടുവരുന്നു എന്നെങ്ങനെ പറയാം? മൈ ഫാദർ ബ്രിങ് ആൻ അംബ്രല്ല എൻ്റെ അച്ഛൻ ഒരു കുട കൊണ്ടുവരുന്നു. മൈ ഫാദർ ബ്രിങ് ആൻ അംബ്രല്ല എൻ്റെ അച്ഛൻ ഒരു കുട കൊണ്ടുവരുന്നു. മൈ ഫാദർ ബ്രിങ് ആൻ അംബ്രല്ല എൻ്റെ അച്ഛൻ ഒരു കുട കൊണ്ടുവരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ കുട കൊണ്ടുവന്നു എന്നെങ്ങനെ പറയാം? മൈ ഫാദർ ബ്രോട്ട് ആൻ അംബ്രല്ല എൻ്റെ അച്ഛൻ ഒരു കുട കൊണ്ടുവന്നു. മൈ ഫാദർ ബ്രോട്ട് ആൻ അംബ്രല്ല എൻ്റെ അച്ഛൻ ഒരു കുട കൊണ്ടുവന്നു. മൈ ഫാദർ ബ്രോട്ട് ആൻ അംബ്രല്ല എൻ്റെ അച്ഛൻ ഒരു കുട കൊണ്ടുവന്നു. എൻ്റെ അച്ഛൻ ഒരു കുട കൊണ്ടുവരും എന്നെങ്ങനെ പറയാം? മൈ ഫാദർ വിൽ ബ്രിങ് ആൻ അംബ്രല്ല എൻ്റെ അച്ഛൻ ഒരു കുട കൊണ്ടുവരും. മൈ ഫാദർ ഐ പാസ് ദ ജംഗ്ഷൻ ഞാൻ ജംഗ്ഷൻ കടന്നു പോകുന്നു. ഐ പാസ് ദ ജംഗ്ഷൻ ഞാൻ ജംഗ്ഷൻ കടന്നു പോകുന്നു. ഐ പാസ് ദ ജംഗ്ഷൻ ഞാൻ ജംഗ്ഷൻ കടന്നു പോകുന്നു. ഞാൻ ജംഗ്ഷൻ കടന്നു പോയി എന്നെങ്ങനെ പറയാ? ഐ പാസ്ഡ് ദ ജംഗ്ഷൻ ഞാൻ ജംഗ്ഷൻ കടന്നു പോയി. ഐ പാസ്ഡ് ദ ജംഗ്ഷൻ ഞാൻ ജംഗ്ഷൻ കടന്നു പോയി. ഐ പാസ്ഡ് ദ ജംഗ്ഷൻ ഞാൻ ജംഗ്ഷൻ കടന്നു പോയി. ഞാൻ ജംഗ്ഷൻ കടന്നു പോകുന്നെങ്ങനെ പറയാം? ഐ വിൽ പാസ് ദ ജംഗ്ഷൻ ഞാൻ ജംഗ്ഷൻ കടന്നു പോവും. ഐ വിൽ പാസ് ദ ജംഗ്ഷൻ ഞാൻ ജംഗ്ഷൻ കടന്നു പോവും. ഐ വിൽ പാസ് ദ ജംഗ്ഷൻ ഞാൻ ജംഗ്ഷൻ കടന്നു പോവും. ഞാൻ ബോട്ടിൽ നിറയ്ക്കുന്നു എന്നിങ്ങനെ പറയാം? ഐ ഫിൽ ദ ബോട്ടിൽ ഞാൻ ബോട്ടിൽ നിറയ്ക്കുന്നു. ഐ ഫിൽ ദ ബോട്ടിൽ ഞാൻ ബോട്ടിൽ നിറയ്ക്കുന്നു. ഐ ഫിൽ ദ ബോട്ടിൽ ഞാൻ ബോട്ടിൽ നിറയ്ക്കുന്നു. ഞാൻ ബോട്ടിൽ നിറച്ചു എന്നെങ്ങനെ പറയാം? ഐ ഫിൽഡ് ദ ബോട്ടിൽ ഞാൻ ബോട്ടിൽ നിറച്ചു. ഐ ഫിൽഡ് ദ ബോട്ടിൽ ഞാൻ ബോട്ടിൽ നിറച്ചു. ഐ ഫിൽഡ് ദ ബോട്ടിൽ ഞാൻ ബോട്ടിൽ നിറച്ചു. ഞാൻ ബോട്ടിൽ നിറയ്ക്കും എങ്ങനെ പറയാം? ഐ വിൽ ഫിൽ ദ ബോട്ടിൽ ഞാൻ ബോട്ടിൽ നിറയ്ക്കും. ഐ വിൽ ഫിൽ ദ ബോട്ടിൽ ഞാൻ ബോട്ടിൽ നിറയ്ക്കും. ഐ വിൽ ഫിൽ ദ ബോട്ടിൽ ഞാൻ ബോട്ടിൽ നിറയ്ക്കും. ഐ സ്ലിപ്പ് ഞാൻ വഴുതി വീഴുന്നു. ഐ സ്ലിപ്പ് ഞാൻ വഴുതി വീഴുന്നു. ഐ സ്ലിപ്പ് ഞാൻ വഴുതി വീഴുന്നു. ഞാൻ വഴുതി വീണു എന്നെങ്ങനെ പറയാം? ഐ സ്ലിപ്പ്ഡ് ഞാൻ വഴുതി വീണു. ഐ സ്ലിപ്പ്ഡ് ഞാൻ വഴുതി വീണു. ഐ സ്ലിപ്പ്ഡ് ഞാൻ വഴുതി വീണു.
വീഴും എന്നെങ്ങനെ പറയാ? ഐ വിൽ സ്ലിപ്പ്, ഞാൻ വഴുതി വീഴും. ഐ വിൽ സ്ലിപ്പ്, ഞാൻ വഴുതി വീഴും. ഐ വിൽ സ്ലിപ്പ്, ഞാൻ വഴുതി വീഴും. മീറ്റ് മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു. ഐ മീറ്റ് മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു. ഐ മീറ്റ് മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു. ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടി എന്നെങ്ങനെ പറയാ? ഐ മെറ്റ് മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടി. ഐ മെറ്റ് മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടി. ഐ മെറ്റ് മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടി. ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടും എന്നെങ്ങനെ പറയാ? ഐ വിൽ മീറ്റ് മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടും. ഐ വിൽ മീറ്റ് മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടും. ഐ വിൽ മീറ്റ് മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടുമുട്ടും. പൂക്കൾ ശേഖരിക്കുന്നു എന്നെങ്ങനെ പറയാം? ഐ ഗ്യാദർ സം ഫ്ലവേഴ്സ്, ഞാൻ കുറച്ച് പൂക്കൾ ശേഖരിക്കുന്നു. ഐ ഗ്യാദർ സം ഫ്ലവേഴ്സ്, ഞാൻ കുറച്ച് പൂക്കൾ ശേഖരിക്കുന്നു. ഐ ഗ്യാദർ സം ഫ്ലവേഴ്സ്, ഞാൻ കുറച്ച് പൂക്കൾ ശേഖരിക്കുന്നു. ഞാൻ കുറച്ച് പൂക്കൾ ശേഖരിച്ചു എന്നെങ്ങനെ പറയാം? ഐ ഗാദേർഡ് സം ഫ്ലവേഴ്സ്, ഞാൻ കുറച്ച് പൂക്കൾ ശേഖരിച്ചു. ഐ ഗാദേർഡ് സം ഫ്ലവേഴ്സ്, ഞാൻ കുറച്ച് പൂക്കൾ ശേഖരിച്ചു. ഐ ഗാദേർഡ് സം ഫ്ലവേഴ്സ്, ഞാൻ കുറച്ച് പൂക്കൾ ശേഖരിച്ചു. ഞാൻ കുറച്ച് പൂക്കൾ ശേഖരിക്കുന്നു എങ്ങനെ പറയാം? ഐ വിൽ ഗ്യാദർ സം ഫ്ലവേഴ്സ്, ഞാൻ കുറച്ച് പൂക്കൾ ശേഖരിക്കും. ഐ വിൽ ഗ്യാദർ സം ഫ്ലവേഴ്സ്, ഞാൻ കുറച്ച് പൂക്കൾ ശേഖരിക്കും. ഐ വിൽ ഗ്യാദർ സം ഫ്ലവേഴ്സ്, ഞാൻ കുറച്ച് പൂക്കൾ ശേഖരിക്കും. ഞാനെന്നും പറയുന്ന പോലെ പറയാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.